ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്ത് വരിക എന്തിനെ പുറത്തു നിൽക്കുന്നു എന്ന ഒരു വചനത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്ത് വരിക എന്തിനെ പുറത്തു നിൽക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നാം അകത്തേക്ക് വിളിക്കുക, പരിശുദ്ധാത്മാവിനെ നാം ക്ഷണിക്കുക. കർത്താവേ, നീ ഇന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, നീ പുറത്ത് നിൽക്കല്ലേ. ഇത്രയും കാലം നീ പുറത്ത് നിന്നു എന്നെനിക്കറിയാം. എൻ്റെ പാവപ്രകൃതി കൊണ്ട്, പാവ സ്വഭാവം കൊണ്ട്, ലോകത്തിലെ ഇമ്പങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ഓട്ടം കൊണ്ട് ഇത്രയും കാലം കർത്താവെ നിനക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് വരുവാൻ സാധിച്ചില്ല എന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവെ, നീ ഇന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ആ വാക്യം നിങ്ങൾ മനസ്സിലിരിക്കട്ടെ. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്ത് വരിക എന്തിനെ പുറത്ത് നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഇന്ന് വാതിക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. പുറത്ത് നിന്നുകൊണ്ട് കെഞ്ചി യാചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തുറന്നു തരിക, എൻ്റെ മകളെ നിൻ്റെ ഹൃദയം എനിക്ക് തുറന്നു തരിക എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിച്ച് സ്നേഹവായ്പോടെ വിളിക്കുകയാണ്. അകത്ത് വരിക എന്തിന് പുറത്ത് നിൽക്കുന്നു എന്ന് നിങ്ങൾ കർത്താവിനോട് പറയണം. കർത്താവെ, നീ പുറത്ത് നിൽക്കേണ്ടവനല്ല, നീ എൻ്റെ നാഥനാണ്, നീ എൻ്റെ ഉടമസ്ഥനാണ്, നീ എൻ്റെ സൃഷ്ടാവാണ്, നീ എൻ്റെ രക്ഷിതാവാണ്, നീ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, നീ എൻ്റെ ദൈവമാണ്. കർത്താവെ, നീ പുറത്ത് നിൽക്കേണ്ടവനല്ല. എന്നെ മെനഞ്ഞുണ്ടാക്കിയ നിൻ്റെ ആ സ്നേഹമാർന്ന കരങ്ങൾ, എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച നിൻ്റെ വാത്സല്യമാർന്ന, നിൻ്റെ സ്നേഹമാർന്ന നിൻ്റെ പദങ്ങൾ, വാക്കുകൾ ഓരോന്നും ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് തറഞ്ഞു കയറുവാനും, അങ്ങനെ നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്ന ഭാഗ്യാനുഭവം എനിക്ക് ലഭിക്കുവാനും കർത്താവെ ഇന്ന് എനിക്ക് ഒരു കരുണ കാണിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് തിരുവചനത്തിൽ നിന്നൊരു ഭാഗം വായിക്കാം. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവിനോട് കൽപ്പിച്ച വാക്കുകൾ ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് പണിയുക. നാം അലസരായിരിക്കരുത്, നാം ഇനിയും ചിന്തയില്ലാത്തവരായിരിക്കരുത്. നാം ഗൗരവത്തോടെ നാം നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുക. എഴുന്നേറ്റ് പണിയുക. ഈ നെഹമ്യാവിൻ്റെ പുസ്തകവും അതിന് തൊട്ടു മുൻപുള്ള എസ്രായുടെ പുസ്തകവും വായിച്ചാൽ മനസ്സിലാക്കാൻ അല്പം പ്രയാസമുണ്ട്. കാരണം ആ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം നേരത്തെ അറിഞ്ഞിരിക്കണം. ഈ എസ്രായുടെ പുസ്തകവും നെഹമ്യാവിൻ്റെ പുസ്തകവും നമുക്ക് വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ചില ചരിത്രങ്ങളുണ്ട്. ഇസ്രായേൽ ജനം വളരെ സൗമ്യമായും ശാന്തമായും ജീവിച്ചിരുന്ന കാലത്ത് അവരുടെ ഇടയിലേക്ക് നെബൂഖദ്നേസർ രാജാവ് കടന്നു വന്നു. നെബൂഖദ്നേസർ രാജാവ് ബാബിലോണിയൻ ചക്രവർത്തിയാണ്. വേദപുസ്തക ചരിത്രം പഠിക്കുമ്പോൾ 4 സാമ്രാജ്യങ്ങളുടെ ചരിത്രം കാണാൻ കഴിയും. ആദ്യം ബാബിലോണിയൻ സാമ്രാജ്യം, പിന്നെ യവന സാമ്രാജ്യം, പിന്നെ റോമൻ സാമ്രാജ്യം. ഈ സാമ്രാജ്യങ്ങൾ 4 സാമ്രാജ്യങ്ങൾ. ബാബിലോണിയൻ സാമ്രാജ്യത്തിൻ്റെ അധിപതിയായിരുന്നു നെബൂഖദ്നേസർ. ഈ നെബൂഖദ്നേസർ രാജാവ് അവിടെ വന്ന് അവിടെ വലിയ യുദ്ധം ചെയ്ത് ഇസ്രായേലിനത്തെ കീഴ്പ്പെടുത്തി. ഇസ്രായേൽ ജനം സങ്കടപ്പെട്ടത് യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി എന്നുള്ളതിലല്ല, അവരുടെ ദേവാലയം നശിപ്പിച്ചു എന്നുള്ളതിലാണ്. ദേവാലയം നശിപ്പിച്ചു കളഞ്ഞു. അവരുടെ യെരുശലേമിലുള്ള ദേവാലയം നശിപ്പിച്ചു. ദേവാലയത്തിൻ്റെ കല്ലുകളെല്ലാം തകർത്തു, പൊടിച്ചു. ദേവാലയത്തിൻ്റെ മതിലുകളും തകർത്തു. മതിലുകളും വാതിലുകളും എല്ലാം തകർത്ത് ദേവാലയം ശൂന്യമായിപ്പോയി. ആരാധന മുടങ്ങിപ്പോയി. മനോഹരമായി പണിതിരുന്നതായ യെരുശലേം ദേവാലയം ഈ ബാബേൽ രാജാവ് വന്ന്, നെബൂഖദ്നേസർ ബാബിലോണിയൻ രാജാവ് വന്ന് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. തന്നെയുമല്ല, വേറൊരു കാര്യം കൂടി അവിടെ നടന്നു. അവിടെയുള്ള ആരോഗ്യമുള്ള നല്ല ചെറുപ്പക്കാരെ എല്ലാം നെബൂഖദ്നേസർ രാജാവ് അടിമകളായി ബാബേലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബാബിലോണിയ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖാണ്. ഇന്നത്തെ ഇറാഖിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന സാമ്രാജ്യമാണ് ബാബിലോണിയൻ സാമ്രാജ്യം. അതുതന്നെയാണ് അസീറിയൻ സാമ്രാജ്യം എന്ന് പറയുന്നതും, അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ അശൂർ എന്ന് പറയുന്നത് എല്ലാം അതുതന്നെയാണ്. ഈ ബാബിലോണിയൻ ചക്രവർത്തിയായ നെബൂഖദ്നേസർ വന്ന് ഇവിടെ യെരുശലേമിലുണ്ടായിരുന്ന നല്ല സമർത്ഥന്മാരും ബുദ്ധിശാലികളുമായ യുവാക്കന്മാരെ എല്ലാം പിടിച്ചുകൊണ്ടുപോയി അവർ അടിമകളായി ബാബേലിലേക്ക് പോകേണ്ടി വന്നു. അവിടെ കഴിയുന്ന കാലത്ത് അവരെന്നും കരഞ്ഞുകൊണ്ടിരുന്നു. ബാബേൽ നദിയുടെ തീരത്തിരുന്ന് ഞങ്ങൾ കരഞ്ഞു. 137-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് കാണാം, അവർ ബാബേൽ നദിയുടെ തീരത്തിരുന്ന് കരയുകയാണ്. അടിമകളാണ് അവർ. കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ബാബേലിലുള്ളവർ, അവിടെയുള്ള പുറജാതികൾ അവരോട് ചോദിച്ചു, നിങ്ങളുടെ പാട്ടൊന്ന് കേട്ടാൽ കൊള്ളാമല്ലോ, നിങ്ങളുടെ എബ്രായ ഭാഷയിലുള്ള പാട്ടുകൾ വളരെ മനോഹരമാണല്ലോ, നല്ല മധുരമാണല്ലോ, ആ പാട്ടൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞു.
നമുക്ക് വായിക്കാം 137 സങ്കീർത്തനം 1 വാക്യം മുതൽ. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. യെരൂശലേമിൻ്റെ ദുസ്ഥിതി ഓർത്തപ്പോൾ, അവസ്ഥ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അയ്യോ, എന്തൊരു നല്ല കാലമായിരുന്നു പണ്ടുണ്ടായിരുന്നത്. എന്ത് ആരാധനയുടെ സൗകുമാര്യം, സന്തോഷവും സമാധാനം തിങ്ങുന്നതായ നല്ലൊരു കാലം ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ സിയോനെ ഓർത്തപ്പോൾ, യെരൂശലേമിനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അതിൻ്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. ബാബേൽ നദികളുടെ അരികത്തുള്ളതായ ആ പ്രതലത്തിൽ അലരി വൃക്ഷങ്ങളുണ്ട്. അലരി വൃക്ഷങ്ങളിന്മേൽ അവരുടെ കിന്നരങ്ങളെ അവർ തൂക്കിയിട്ടു. പാട്ടുപാടുന്ന കിന്നരങ്ങളെ അവർ തൂക്കിയിട്ടു. ഞങ്ങളെ ബദ്ധരാക്കിക്കൊണ്ടുപോയവർ, ഞങ്ങളെ ബന്ധിച്ചുകൊണ്ട് പോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവിനെന്ന് പറഞ്ഞു. ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങളെ ബദ്ധരാക്കിക്കൊണ്ടുപോയവരെ പറഞ്ഞു, നിങ്ങളുടെ സിയോൻ ഗീതങ്ങളൊന്ന് പാടുവിൻ, കേൾക്കട്ടെ. ഞങ്ങളെ ബദ്ധരാക്കിക്കൊണ്ടുപോയവർ, ഞങ്ങളെ അടിമകളാക്കിക്കൊണ്ടുപോയവർ ഞങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ സന്തോഷം ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നതെങ്ങനെ? ദൈവത്തിൻ്റെ ഗീതം പാടാൻ ഞങ്ങൾ കഴിവില്ല. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുകയില്ല. ഞങ്ങൾ അടിമകളാണ്. ഞങ്ങളുടെ സന്തോഷം പോയി, ഞങ്ങളുടെ ആനന്ദം പോയി. ഞങ്ങൾ ഇന്ന് അടിമകളാണ്. ഞങ്ങൾക്ക് സന്തോഷിക്കാനും സ്തുതിക്കാനും വകയൊന്നുമില്ല. ഞങ്ങൾ ഇന്ന് അടിമകളായി കിടക്കുകയാണ്. യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? യെരൂശലേമേ, നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലം കൈ മറന്നു പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. അവർ പറയുകയാണ്, തന്നെ പറയുകയാണ്, യെരൂശലേമിനെ ഞങ്ങൾക്ക് മറക്കാൻ ഒക്കുകയില്ല. വലം കൈയെ മറക്കാമെങ്കിൽ യെരൂശലേമിനെ മറക്കാം. എന്ന് വെച്ചാൽ മറക്കാൻ സാധ്യമല്ലാത്ത വളരെ അനുഗ്രഹകരമായ നല്ല കാലമാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. നല്ല കാലമെല്ലാം നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തിൽ വരാവുന്ന അനർത്ഥങ്ങളും അപകടങ്ങളും കർത്താവ് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് സന്തോഷമില്ല, സമാധാനമില്ല. ഇന്ന് ഞെരുക്കവും ദുഃഖവുമാണ്. കാരണം അടിമത്തത്തിലാണ് കഴിയുന്നത്. അന്ന് ഇസ്രായേൽക്കാർ ബാബിലോണിയയുടെ അടിമത്തത്തിൽ കഴിഞ്ഞതുപോലെ ഇന്ന് നാം ഓരോരുത്തരും, പുതിയ നിയമം ഇസ്രായേലാകും നാം ഓരോരുത്തരും ഇന്ന് സാത്താൻ്റെ അടിമത്തത്തിൽ കഴിയുകയാണ്. പിശാച് പറയുന്നതനുസരിച്ച് നാം കോപിക്കുന്നു. പിശാച് നമ്മെ പ്രേരിപ്പിക്കുന്നതനുസരിച്ച് നാം വഴക്കുകൂടുന്നു. പിശാച് നമ്മെ പ്രേരിപ്പിക്കുന്നതനുസരിച്ച് നാം ശപിക്കുന്നു, പിരാകുന്നു. പിശാച് പറയുന്നതുകൊണ്ട് നാം കലഹമുണ്ടാക്കുന്നു. പിശാച് പറയുന്നതുകൊണ്ട് ദ്രവ്യാഗ്രഹവും വഞ്ചനയും ചീത്ത സ്വഭാവങ്ങളും അശുദ്ധമായ ജീവിതവും എല്ലാം നമ്മൾ ഉണ്ടാകുന്നു. കാരണം പിശാചിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന നാം അടിമകളാണ്. സാത്താൻ്റെ അടിമത്തത്തിലാണ് അനേകർ കഴിയുന്നത്. പിശാചിൻ്റെ അടിമത്തത്തിലാണ്. ബാബിലോണിയയുടെ അടിമത്തത്തിൽ ഇസ്രായേൽക്കാർ കഴിഞ്ഞതുപോലെ ഇന്ന് നാം ഓരോരുത്തരും ദുഷ്ടനായ പൈശാചികൻ്റെ അടിമത്തത്തിൽ കഴിയുകയാണ്. യഹോവയുടെ ഗീതം പാടാൻ നിർവാഹം. സ്തുതിയെല്ലാം നിലച്ചുപോയി. സ്തുതി നിന്നുപോയി. അങ്ങനെ അവരവിടെ ഇരുന്ന് കരഞ്ഞു. അനേകം വർഷങ്ങൾ അവിടെ ഇരുന്ന് കരഞ്ഞു. പാവം ഇസ്രായേൽക്കാർ അടിമകളായി അവിടെ ചെന്നവർ അവിടെ ഇരുന്ന് കരഞ്ഞു. അങ്ങനെ കരഞ്ഞ് വന്നപ്പോൾ ബാബിലോണിയൻ സാമ്രാജ്യത്തിന് ശേഷം പിന്നീട് വന്ന് പേർഷ്യൻ സാമ്രാജ്യമാണ്. പേർഷ്യൻ സാമ്രാജ്യം ഇന്നത്തെ ഇറാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രദേശത്തിലെ സാമ്രാജ്യം. പേർഷ്യൻ സാമ്രാജ്യത്തിൽ സൈറസ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തി ഉണ്ടായി. വേദപുസ്തകത്തിലെ കോരസ് എന്ന് പറയും. കോരസ് രാജാവ് ഭരിക്കാൻ തുടങ്ങിയപ്പോൾ കോരസ് രാജാവ് അറിഞ്ഞു, ഇവർ കരയുന്ന ജനമാണ്, ഇവർക്കൊരു സ്വാധീനം കൊടുക്കണമല്ലോ എന്ന് തോന്നി. കോരസ് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു വയ്ക്കുള്ളൂ, നിങ്ങൾ ഇനി അടിമകളായി കഴിയേണ്ട. ബാബിലോണിയൻ സാമ്രാജ്യത്തിൻ്റെ അധിപതിയുടെ കീഴിൽ അടിമകളായിരുന്നവർ ഇപ്പോൾ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപതിയുടെ കീഴിൽ അവർ സ്വതന്ത്രരാകാൻ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. നിങ്ങൾ പോയി നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങളുടെ ദേവാലയം പണിയുവീൻ, നിങ്ങളുടെ ദേവാലയത്തിൽ മതിൽ പണിയുവീൻ എന്നെല്ലാം കോരസ് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. പ്രിയപ്പെട്ടവരെ, വളരെ മനോഹരമായൊരു കാര്യമാണ്. അടിമത്തത്തിലാണ്ട് ജനത്തിന് വിടുതൽ ലഭിക്കുന്നു, അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. സ്വാതന്ത്ര്യം ലഭിച്ച് അവരെ നാട്ടിലേക്ക് പോകാനായിട്ട് പുറപ്പെട്ടു. അങ്ങനെ അവിടെ ചെന്ന് അവിടെ താമസിക്കാൻ തുടങ്ങുമ്പോൾ അവർ പിന്നെയും ഓർത്തു, ഞങ്ങൾ വന്നത് വെറുതെ ഇവിടെ മുന്തിരിത്തോട്ടം ഉണ്ടാക്കാനും ഒലിവുതോട്ടം ഉണ്ടാക്കാനും അല്ലല്ലോ ഞങ്ങൾ വന്നത് ഇവിടെ ദൈവത്തിൻ്റെ ആലയം പണിയുവാനാണല്ലോ, ദൈവത്തിൻ്റെ ആലയത്തിന് ചുറ്റും മതിൽ പണിയുവാനാണല്ലോ എന്ന് അവരോർത്തു. അതിന് അവർക്ക് വേണ്ടത്ര ഉപദേശം കൊടുക്കുവാൻ ചില പ്രവാചകന്മാർ എഴുന്നേറ്റു, ചില അനുഗ്രഹീതരായ ദൈവപുരുഷന്മാർ എഴുന്നേറ്റു. സെരുബ്ബാബേൽ എന്ന് പറയുന്ന ശൈൽത്തീയൽവനായ സെരുബ്ബാബേൽ എന്ന് പറയുന്ന ഒരു ഗവർണർ എഴുന്നേറ്റു. അവർക്ക് പ്രോത്സാഹനം കൊടുത്തു. തന്നെയുമല്ല, അവിടുത്തെ അന്ന് മഹാപുരോഹിതനായിരുന്ന യഹോസദാക്കിനവനായ യോശുവ എഴുന്നേറ്റു. അങ്ങനെ യോശുവ മഹാപുരോഹിതനും അവരെ സഹായിച്ചു. അങ്ങനെ വന്നപ്പോൾ നാട്ടിൽ വന്ന് അവർ ആലയം പണിയാൻ തുടങ്ങി. ആ ആലയം പണിയുന്നതിന് പ്രേരിപ്പിച്ചത് എസ്രാ ശാസ്ത്രിയാണ്. പണ്ഡിതനായ എസ്ര എന്ന് പറയുന്ന അനുഗ്രഹീതനായ ദൈവപുരുഷൻ അവർക്ക് ആലയം പണിയുന്നതിന് സഹായം ചെയ്തു. ആ എസ്ര ആലയം പണിയുന്ന കാര്യമാണ് എസ്രയുടെ പുസ്തകത്തിലെ വിഷയം. എന്നാൽ ആലയം പണിതാൽ പോരല്ലോ, പിന്നെ ചുറ്റും മതിൽ പണിയണമല്ലോ. മതിൽ പണിയാതെ കിടക്കുന്നതുകൊണ്ട് ജാതികൾ ദേവാലയത്തിൽ എല്ലാ അശുദ്ധിയും കൊണ്ടുവന്ന് ആ ദേവാലയത്തെ നശിപ്പിക്കാൻ തുടങ്ങി.
അപ്പോൾ മതിൽ പണിതേ തീരൂ, മതിലിന് ഗേറ്റുകൾ വെക്കണം എന്ന് തീരുമാനിച്ചു. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടത്, ദൈവം നിയോഗിച്ചത് നെഹമ്യാവ് എന്ന് പറയുന്ന ഒരാളാണ്. ഈ നെഹമ്യാവ് പേർഷ്യൻ സാമ്രാജ്യത്തിലെ അർട്ടാക്സേഴ്സസ് എന്ന് പറയുന്ന അർത്ഥശ്രേഷ്ഠ രാജാവ് എന്ന് വേദത്തിൽ പറയുന്ന അർട്ടാക്സേഴ്സസിൻ്റെ ഒരു ഫുഡ് മിനിസ്റ്ററായിരുന്നു നെഹമ്യാവ്. വളരെ ഉന്നതമായൊരു പദവിയിലാണ് അദ്ദേഹം ഇരുന്നത്. ഈ നെഹമ്യാവ് ഒരു ദിവസം വാടിയ മുഖത്തോടെ നിന്നു. രാജാവ് ചോദിച്ചു, എന്താണ് നിൻ്റെ മുഖം വാടിയിരിക്കുന്നത്? 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. നെഹമ്യാവ് 2:1 മുതൽ. അർത്താശ്രേഷ്ഠ രാജാവിൻ്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിന് മുമ്പാകെ ഇരുന്ന വീഞ്ഞ് എടുത്ത് അവന് കൊടുത്തു. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും അവൻ്റെ സന്നിധിയിൽ കുണ്ഠിതനായിരുന്നിട്ടില്ല. രാജാവ് എന്നോട്, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? ദുഃഖിതനായി നിൽക്കുന്ന ഫുഡ് മിനിസ്റ്ററോട് രാജാവ് ചോദിച്ചു, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ദീനമൊന്നുമില്ലല്ലോ, അസുഖമൊന്നുമില്ലല്ലോ, അസുഖമൊന്നും ഉണ്ടായിട്ട് തോന്നുന്നില്ലല്ലോ, എന്ത് പറ്റി നിനക്ക്? നിന്റെ മുഖത്തിൻ്റെ വാട്ടത്തിന് കാരണം എന്താണ്? ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. ഇത് മനോദുഃഖമാണല്ലോ, എന്താണ് നിനക്ക് പറ്റിയ മനോദുഃഖം? കാരണം പറയൂ, എന്താണ് നിന്റെ പ്രശ്നം, എന്താണ് പറയൂ, രാജാവ് ചോദിച്ചു. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ടു രാജാവിനോട്, രാജാവ് എന്നെ ജോലിയിൽ നിന്ന് മാറ്റിക്കളയുമോ, രാജാവിന് മുമ്പിൽ പ്രസന്നതയില്ലാതെ നിന്നുകൊണ്ട് ജോലിയിൽ നിന്ന് മാറ്റിക്കളയുമെന്ന പാവം നെഹമ്യാവ് പേടിച്ചുപോയി. നെഹമ്യാവ് പറഞ്ഞു, രാജാവ് ദീർഘായുസായിരിക്കട്ടെ, ദീർഘായുസായിരിക്കട്ടെ. എൻ്റെ പിതാക്കന്മാരുടെ കല്ലറുകളുള്ള പട്ടണം ശൂന്യമായും, പിതാക്കന്മാരുടെ കല്ലറുകളുള്ള പട്ടണം ശൂന്യമായും, അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ എൻ്റെ മുഖം വാടാതിരിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. യെരൂശലേമിലുള്ള ആലയം ശൂന്യമായി കിടക്കുന്നു, അതിൻ്റെ വാതിലുകളെല്ലാം വെന്തുപോയിരിക്കുന്നു, എല്ലാം കത്തിച്ചു കളഞ്ഞിരിക്കുന്നു. നെബൂഖദ്നേസർ രാജാവ് വന്ന് എല്ലാം നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ഞാൻ വാടാതിരിക്കുന്ന എങ്ങനെ? എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായിരിക്കുന്നു. പൂർവ്വപിതാക്കന്മാരുടെ കാലത്ത് അനുഗ്രഹകരമായ ഒരു നല്ല പാരമ്പര്യം ഉണ്ടായിരുന്ന എൻ്റെ ദൈവത്തിൻ്റെ ആലയം ശൂന്യമായി കിടക്കുന്നു. പൂർവികന്മാരുടെ കാലത്ത് നല്ല ആരാധന ഉണ്ടായിരുന്നു, നല്ല മനോഹരമായ വാദ്യ വൃന്ദങ്ങളുണ്ടായിരുന്നു, സന്തോഷകരമായ അനുഭവങ്ങളുണ്ടായിരുന്നു, സദരുകളുണ്ടായിരുന്നു, എല്ലാം സ്തുതിയായിരുന്നു, സ്തുതിയും സ്തോത്രവുമായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു, എൻ്റെ മുഖം വാടിയിരിക്കുന്നു. രാജാവ് പറഞ്ഞു, നീ പോയിക്കോ, നീ പോയി കുറേ നാളത്തേക്ക് ലീവ് എടുത്ത് വയ്ക്കുള്ളൂ. അവിടെ ചെന്ന് നീ ആലയത്തിന് ചുറ്റും മതിലുണ്ടാക്കിക്കൊള്ളുക, നിനക്കതിനുള്ള എല്ലാ വകകളും തരാം, അതിനുള്ള സൗകര്യങ്ങളെല്ലാം തരാമെന്ന് പറഞ്ഞ് അർത്ഥശ്രേഷ്ഠ രാജാവ് അർട്ടാക്സേഴ്സസ് ചക്രവർത്തി അനുവാദം കൊടുത്തു. നെഹമ്യാവ് യെരൂശലേമിലെത്തി. ദൈവത്തിന് സ്തോത്രം. നെഹമ്യാവ് യെരൂശലേമിലെത്തി. അവിടെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഇരുന്നു. വലിയൊരു മിഷനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, വലിയൊരു ചുമതലയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, വലിയൊരു ജോലിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവിടെ പ്രാർത്ഥനയോട് ഉപവാസത്തോടും കൂടി ഇരുന്നിട്ട് അവിടെയുള്ള ആളുകളെ വിളിച്ചു കൂട്ടി, ഇസ്രായേൽക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി. പറഞ്ഞു, നാം ഇങ്ങനെ നിന്ദിതരായിരിക്കാൻ പാടില്ല, നാം ഇനിയും നിന്ദിതരായിരിക്കാൻ പാടില്ല. നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് വലിയ വിശ്വാസം ഉണ്ടായിരുന്നു, നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് നല്ല ഭക്തി ഉണ്ടായിരുന്നു, പിതാക്കന്മാരുടെ കാലത്ത് നല്ല ആരാധന ഉണ്ടായിരുന്നു. ഇന്നോ എല്ലാം പോയിരിക്കുകയാണ്. ഇന്ന് പുറമെയുള്ള ചട്ടക്കൂടുകളെല്ലാം ഉണ്ടെങ്കിലും എല്ലാം പോയിരിക്കുകയാണ്. ചില അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എല്ലാമായിട്ട് മനുഷ്യൻ തൃപ്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥമായ ആരാധന യെരൂശലേമിൽ തുടങ്ങേണ്ടതാണ്, അതിന് നിങ്ങൾ മുൻകൈ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ജനത്തെ നെഹമ്യാവ് വിളിച്ചു കൂട്ടി അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നമുക്ക് ഈ ആലയത്തിന് ചുറ്റും മതിൽ പണിയുവാൻ നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞു. ആ മതിൽ പണിയുന്ന കാര്യങ്ങളാണ് നെഹമ്യാവിൻ്റെ പുസ്തകത്തിലെ പ്രധാന വിഷയം. ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ചരിത്ര പശ്ചാത്തലം മനസ്സിലായല്ലോ. ഞാൻ കാര്യമായ കാര്യത്തിലേക്ക് ഇപ്പോൾ ഞാൻ കിടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നെഹമ്യാവ് അവരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ശരി, നാം ഇനിയും നിന്നാപാത്രമായിരിക്കാതെ വേണം, നാം എഴുന്നേറ്റ് മതിൽ പണിയുക എന്ന് പറഞ്ഞു. നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. 18-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവിനോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ, നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. നാം എഴുന്നേറ്റ് പണിയുക. എന്താണ് കാരണം? എല്ലാം തകർന്നുപോയി, നിരാശയിൽ ഇസ്രായേൽ ജനം കഴിയുകയാണ്. ഇപ്പോൾ ആരാധനാ സ്ഥലം കിട്ടി, ആലയം പണിതു, പക്ഷേ അവിടെ ആരാധന നടക്കുന്നില്ല. ചുറ്റും മതിലില്ലാതെ കിടക്കുന്നു. ആർക്കും കയറി വരാം, ഏത് ജാതിയിൽപ്പെട്ടവർക്കും കയറി വരാം, ആർക്കും ദേവാലയത്തിനുള്ളിൽ എന്തും ചെയ്യാം. പലതരത്തിലുള്ള ദേവാലയം ഇന്ന് ശൂന്യമായി കിടക്കുകയാണ്, ചണ്ടിക്കൂമ്പാരം പോലെ കിടക്കുകയാണെന്നാണ് വേദവസം പറയുന്നത്. ആ ദേവാലയത്തിൽ അതിനെ ചുറ്റും മതിൽ പണിയാതിരിക്കുന്നത് ഏറ്റവും വലിയ നഷ്ടമാണ്. ഇന്ന് അതുപോലെ ആ സ്ഥിതിയിൽ ഇന്ന് നാം എത്തിയിരിക്കുന്നത് മതിലില്ലാത്ത ഒരു പട്ടണം പോലെയാണ് നാം ഇന്നിരിക്കുന്നത്. വാതിലുകളിൽ പിശാച് തീ വെച്ച് ചുട്ടുകളഞ്ഞിരിക്കുന്നു. മക്കളെ ഓർത്ത് നെടുവീർപ്പിടുന്ന മാതാപിതാക്കൾ എത്രയോ പേരാണ്. മക്കൾ നേർവഴിക്ക് വരാത്തതിൽ വേദനിച്ചുകൊണ്ട് കഴിയുന്ന മാതാപിതാക്കൾ എത്രയാണ്. ഞാൻ ചിന്തിക്കുകയാണ്, ഈ കാലത്ത് ഇന്ന് നമ്മുടെ പലരുടെയും ഒരു വലിയ പ്രശ്നം മക്കളുടെ സ്വഭാവ ദൂഷ്യമാണ്. മക്കൾ തെറ്റായ വഴിയിലൂടെ നടക്കുന്നു. അവർ ദൈവവിശ്വാസം ഇല്ല, അവർ ദൈവത്തെ അറിയുന്നില്ല, അവർ പ്രാർത്ഥിക്കുന്നില്ല,
അവർ ക്രിക്കറ്റ് കളിയോ അല്ലെങ്കിൽ ഫുട്ബോൾ കളിയോ ഒക്കെ കണ്ടുകൊണ്ട് സമയം കഴിയുന്നു, അല്ലെങ്കിൽ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ട് സമയം കളയുന്നു. അതല്ലെങ്കിൽ അവർ നാടകക്കളരികളിലോ സിനിമാശാലകളിലോ ആയി അവരുടെ സമയം വിലയേറിയ സമയം കളയുന്നു. മദ്യത്തിന് അവർ അടിമകളായിത്തീരുന്നു, മയക്കുമരുന്നിന് അവർ അടിമകളായിത്തീരുന്നു. നാം രക്ഷകർത്താക്കൾ പലരും ഇതൊന്നും അറിയുന്നില്ല. എത്രയോ കുട്ടികൾ, ചെറുപ്പക്കാർ വെറും 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ മുതൽ ഈ ശീലങ്ങൾ പരിശീലിച്ചിട്ട് എത്രയോ വലിയ തെറ്റായ അപകടങ്ങളിലേക്കാണ് പോകുന്നത്. എനിക്കറിയാം. ഞാൻ കോളേജിലായിരുന്ന കാലത്ത് എനിക്കറിയാം, അന്നും കഞ്ചാവിൻ്റെ അടിമകളായി അനേകം വിദ്യാർത്ഥികളവിടെ ഉണ്ടായിരുന്നു. കഞ്ചാവിൻ്റെ അടിമകൾ. ഞാൻ ചിലരെല്ലാം ഉപദേശിക്കുകയൊക്കെ ചെയ്തു, ചിലരെല്ലാം അതിൽ നിന്ന് പിന്മാറി. എങ്കിലും പലരെയും എല്ലാവരെയും നേരെയാക്കാൻ സാധിച്ചില്ല. അനേകർ കഞ്ചാവിൻ്റെ അടിമകൾ, കഞ്ചാവ് ഉപയോഗിച്ച് സുബോധമില്ലാതെ നടക്കുന്നു. ഈയിടെയും പത്രത്തിൽ നിങ്ങൾ വായിച്ചില്ലേ, കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ അപ്പനെയും അമ്മയെയും അടിച്ചു കൊന്നു എന്ന്. ചെറിയ കാര്യമല്ലല്ലോ, നിസ്സാര കാര്യമല്ലല്ലോ. കഞ്ചാവ് ഉപയോഗിക്കുന്നു. വേറൊരുത്തൻ അപ്പൻ്റെ കൈകാലുകൾ ഒടിച്ചു എന്ന്, അടിച്ചൊടിച്ചു. അവന് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കണം, അതും നല്ല ശബ്ദത്തോടെ ഓടിച്ചു കൊണ്ടുപോകുന്ന ബുള്ളറ്റ് ബൈക്ക് തന്നെ വേണം. അവൻ്റെ സഹോദരിയുടെ കല്യാണത്തിന് വെച്ചിരുന്ന രൂപ എടുത്ത് ബൈക്ക് മേടിക്കണമെന്ന് പറഞ്ഞു. അപ്പൻ കൊടുത്തില്ല എന്നുള്ളതുകൊണ്ട് അവൻ അടിച്ച് കാലൊടിച്ചു. നോക്കൂ, ഇതെല്ലാം അവൻ്റെ സ്വഭാവത്തിലുള്ള വൈകൃതങ്ങൾക്ക് കാരണം ഈ മയക്കുമരുന്നുകളാണ്. മയക്കുമരുന്നുകളും അതുപോലെ തന്നെ കഞ്ചാവും അതുപോലെ തന്നെ ഹാൻസ്, പാൻപരാഗ് മുതലായ ചില വസ്തുക്കളും എല്ലാം സുലഭമായി കിട്ടുന്നു. ഇത് സമൂഹം എന്ന് ഉണരേണ്ട ഒരു കാലമായിരിക്കുകയാണ്. ഞാൻ ഒരു വളരെ എളിയ രീതിയിൽ എന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഇന്ന് സഭകൾ ഉറങ്ങുകയാണ്. സഭകൾ വലിയ കെട്ടിടങ്ങൾ പണിയുന്നുണ്ട്, സഭകൾ വലിയ കോളേജുകൾ പണിയുന്നുണ്ട്, സഭകൾ വലിയ ആതുരശാലകൾ പണിയുന്നുണ്ട്, സഭകൾ ഇന്ന് വലിയ നെടുകണക്കൻ ഗോപുരങ്ങൾ പണിയുന്നുണ്ട്, വലിയ കുരിശുതൊട്ടികൾ പണിയുന്നുണ്ട്. എല്ലാം ചെയ്യട്ടെ, ശരി. പക്ഷേ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകുന്നതിനെക്കുറിച്ച് സഭ അറിയുന്നില്ല, അല്ല അറിഞ്ഞിട്ടും അതറിഞ്ഞു എന്ന് ഭാവിക്കുന്നില്ല. അതെന്തെങ്കിലും പരിപാടിയുണ്ടോ എന്ന് നോക്കുന്നില്ല. യൗവനക്കാർ നശിച്ചു പോവുകയാണ്. ഒരു കാലത്ത് നല്ല നിലയിലേക്ക് വരേണ്ടവർ, വളരെ ഉയർന്ന നിലവാരത്തിലെത്തേണ്ടവർ ഇന്ന് കുടുംബങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾക്ക് പേടി സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരപ്പനും അമ്മയും കൂടി എൻ്റെ അടുക്കൽ എന്ന് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ഭയമാണെന്ന്, ഞങ്ങൾക്ക് പേടിയാണെന്ന്. അവൻ എപ്പോഴാണ് അവൻ്റെ വിധം മാറുന്നത് അറിഞ്ഞുകൂടാ എന്ന്. അവൻ ഞങ്ങളെ അടിക്കും, ഞങ്ങളെ ഉപദ്രവിക്കും. തന്നെയല്ല, അവൻ വാതിലെല്ലാം കൊട്ടിയടച്ച് വാതിൽ ചവിട്ടി പൊളിക്കാൻ തുടങ്ങും. ഒരു സുബോധമില്ലാത്തവരാണ് പെരുമാറുന്നത്. സന്ധ്യയാകുന്നതിന് മുമ്പേ ഞങ്ങൾ അത്താഴം കഴിച്ച് ഞങ്ങൾ പ്രാർത്ഥന കഴിക്കും. കാരണം അവൻ വന്നാൽ പിന്നെ പ്രാർത്ഥിക്കാൻ ഒക്കുകയില്ല, അവൻ വന്നാൽ പിന്നെ ആഹാരം കഴിക്കാൻ ഒക്കുകയില്ല. അവനുള്ള ആഹാരം വിളമ്പി വെച്ചിട്ട് ഞങ്ങൾ പോയി കിടക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ മോനെ പേടിച്ച് കഴിയുകയാണ്. ഞാൻ കോളേജിലായിരുന്നപ്പോൾ ഒരവസരത്തിൽ ഒരു രക്ഷകർത്താവിൻ്റെ അടുക്കൽ എന്ന് പറഞ്ഞു, സാറേ എൻ്റെ മോനോട് സാറൊന്ന് സംസാരിക്കണം, അവനെ ഞങ്ങൾക്ക് പേടിയാണ്. ഞാൻ എന്തെങ്കിലും ഗൗരവമായിട്ട് പറഞ്ഞാൽ അവനെ അടിക്കാൻ വരും. സാറേ എനിക്ക് അവനെ പേടിയാണ്, അവനെ ഉപദേശിക്കാൻ എനിക്ക് സാധിക്കുകയില്ല, സാറൊന്ന് സംസാരിച്ചാൽ കൊള്ളാം. കാരണം അവൻ പലപ്പോഴും സാറിനെക്കുറിച്ച് നല്ല അഭിപ്രായമുള്ളവനാണെന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, അനേകം രക്ഷകർത്താക്കളിൽ നിന്ന് ഭയപ്പാടിലാണ്. എല്ലാ വാതിലുകളും തീ വെച്ച് വിട്ടിരിക്കുന്നു, എല്ലാ മതിലുകളും ഇടിഞ്ഞു കിടക്കുന്നു. മതിലിടിഞ്ഞു കിടക്കുന്ന പട്ടണം ഭയങ്കരമായ നാശത്തിലേക്ക് പോവുകയാണ്. ഇസ്രായേൽക്കാരുടെയും ആ യെരൂശലേം ദേവാലയത്തിൻ്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു, അതിൻ്റെ വാതിലുകളോ എല്ലാം തീ കൊണ്ട് വെന്ത് കിടക്കുന്നു. ദുഷ്ടനായ ശത്രു ചെയ്ത കെണിയാണത്. നെബൂഖദ്നേസർ രാജാവ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു സിമ്പൽ മാത്രമാണ്, ഒരു പ്രതീകം മാത്രമാണ്. നമ്മെ നശിപ്പിക്കുന്ന ഒരു കൊള്ളക്കാരൻ നമ്മുടെ വീട്ടിൽ കടന്നു വന്നിരിക്കുന്നു. ഏതാണ് ഈ കൊള്ളക്കാരൻ? അത് പിശാചാണ്. എന്തുകൊണ്ടാണ് ഭാര്യയും ഭർത്താവും പിണങ്ങിയിരിക്കുന്നത്? പിശാചിൻ്റെ കെണിയിൽപ്പെട്ടതുകൊണ്ടാണ്. ഭാര്യയും ഭർത്താവും ഒരു മുറിയിൽ കിടക്കാതെ മാറി കിടക്കുന്നതുകൊണ്ടാണ്. അതും പിശാചിൻ്റെ കെണിയാണ്. നിസ്സാര കാര്യങ്ങൾക്കുള്ള വാശി പിടിച്ച് ആദ്യം തന്നെ വിവാഹമോചനം എന്നുള്ള വാക്കുമായി, ഡൈവോഴ്സ് എന്നുള്ള വാക്കുമായി ഈ സ്ത്രീകളും പുരുഷന്മാരും പലരും വരുന്നത് എന്തുകൊണ്ടാണ്? അതിനും കാരണം മറ്റൊന്നുമല്ല, പിശാച് ആ കുടുംബത്തെ മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക കുടുംബങ്ങൾ തകർന്ന് കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കതിനറിയാമല്ലോ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ യാതനകൾ, നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്നതായ വേദനാകരമായ കാര്യങ്ങൾ. കുടുംബം സ്വർഗമാകുക, ഭാര്യയും ഭർത്താവും ഒരു ഹൃദയമായി തീരുക, ഒരു മനസ്സായി തീരുക. എന്തൊരു മഹാഭാഗ്യം! മക്കളും മാതാപിതാക്കളും ഒരു ഹൃദയമായ ഒരു വീട്ടിൽ സന്തോഷമായി കഴിയുക, എന്തൊരു മഹാഭാഗ്യം! ദൈവത്തിന് സ്തോത്രം. മക്കൾ ദൈവത്തെ വിളിക്കുന്നവരായി തീരുക, മക്കൾ പ്രാർത്ഥിക്കുന്നവരായി തീരുക, അതെന്തൊരു മഹാഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ അനേകം പേർക്ക് ഈ മഹാഭാഗ്യം കിട്ടിയിട്ടില്ല എന്ന് ദൈവത്തിന് പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ്, മോളെ നീ വിഷമിക്കേണ്ട, നീ എന്നെ നോക്കി വിളിക്കൂ, നീ നിലവിളിക്കൂ. ദൈവത്തിന് സ്തോത്രം. മോനെ നീ വിഷമിക്കേണ്ട, നീ എൻ്റെ മുഖത്തേക്ക് നോക്കി നീ വിളിക്കൂ, നിനക്ക് സമാധാനം ഞാൻ തരാമെന്ന് കർത്താവ് പറയുകയാണ്. ഇന്ന് അനേകരെ സ്വസ്ഥതയില്ലാതെ ആളുകളിൽ ഉറങ്ങാൻ പറ്റാത്ത രാത്രികൾ, ഏതെല്ലാം തരത്തിലുള്ള കെണികളിലാണ് മനുഷ്യൻ പെട്ടിരിക്കുന്നത്. കെണികളിൽ ഞാൻ എഴുതിയൊരു പുസ്തകമുണ്ട്, അഴിയാക്കുരുക്കുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം നിങ്ങൾ വായിക്കുന്നത് നല്ലതായിരിക്കും. അഴിയാക്കുരുക്കുകൾ.
അഴിയാത്ത കുരുക്കുകളിൽപ്പെട്ട് അനേകരുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ്. കുരുക്ക് വീണ് കഴിഞ്ഞിരിക്കുന്നു. ഒരു മീൻ, ചെറിയ മീൻ, അവൻ ചെന്ന് ഒരു ചൂണ്ടയിൽ കൊത്താൻ തുടങ്ങി. ഉടനെ അവൻ്റെ അമ്മ പറഞ്ഞു, അയ്യോ മോനെ പോലെ അയ്യോ അതിൽ കൊത്തിയാൽ ഇപ്പോൾ അതിൽ ഞാഞ്ഞൂൽ കിടക്കുന്നത് കാണാം. പക്ഷേ ആ ഞാഞ്ഞൂൽ പിടയ്ക്കുന്നത് കണ്ട് നീ മോഹിച്ചു പോകരുത്. അത് നീ ചെന്ന് കൊത്തിയാൽ അതിൻ്റെ ഉള്ളിൽ ഇരുമ്പ് സൂചിയാണ്. നിൻ്റെ കരള് കവർന്ന് കളയും, കരള് മുറിച്ച് കളയും. മോനെയും തുടരല്ലേ. തൽക്കാലത്തേക്ക് അവൻ മാറി. അമ്മയുടെ കണ്ണ് വെട്ടിച്ച് പിന്നെയും ഞാഞ്ഞൂലിനെ തിന്നാനായിട്ട് പോയി. ചൂണ്ട ഇട്ടിരിക്കുന്ന ഒരാൾ അവർക്കാർക്കും ഈ മീനുകൾക്കൊന്നും കാണാതെ മറിഞ്ഞിരിപ്പുണ്ട്, മുകളിലിരിപ്പുണ്ട്. ആ ചൂണ്ട ഇടുന്നയാൾ അവൻ ആ ചൂണ്ട ഇട്ടുകൊണ്ട് ഏതെങ്കിലും മീൻ കൊത്തുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും അമ്മയുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഈ ചെറിയ മീൻ അവൻ ചെന്ന് ഈ ചൂണ്ടയിൽ കടിച്ചു. കൊള്ളാം, നല്ല രുചി. മീനിന് നല്ല ഇഷ്ടമായി. ഈ ഞാഞ്ഞൂലിനെ തിന്നുകൊണ്ട് അല്പം കഴിഞ്ഞപ്പോഴുണ്ട് ഏതാണ്ടൊരു വേദന. അവനൊന്ന് പയ്യെ ഒന്ന് ശരീരം കുടഞ്ഞു. അന്നേരം വേദന മുറുകി. അവൻ്റെ കരളിൽ ആ ഇരുമ്പ് സൂചി എന്ന് തറച്ചു. പിന്നെ വിടുവിക്കാൻ സാധ്യമല്ല, അത് വളഞ്ഞ ഇരുമ്പ് സൂചിയാണ്. ആ വളഞ്ഞ ഇരുമ്പ് സൂചി എന്ന് വിടുവിക്കാൻ പറ്റുകയില്ല. അവൻ ഇതാ അല്പം കഴിഞ്ഞപ്പോഴേക്കും ആ മനുഷ്യൻ, പുറത്തു നിന്ന് ചൂണ്ടയിടുന്ന മനുഷ്യൻ വലിച്ചു പൊക്കിയപ്പോൾ ആ ശൂന്യതയിൽ ആ അന്തരീക്ഷത്തിൽ ആ മീൻ കിടന്ന് പിടഞ്ഞു. അയ്യോ, അമ്മ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു. അമ്മ പറഞ്ഞത് ഞാൻ കേൾക്കാതെ ഞാൻ പോയി കടിച്ചു പോയല്ലോ. അനേകം കുടുംബങ്ങളുടെ സ്ഥിതിയാണ് ഈ പറഞ്ഞത്. ഇത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അനേകരെ ഈ ചൂണ്ടയിൽ കൊളുത്തി ഭയാനകമായ നാശത്തിലേക്ക് പോകുന്നു. പ്രിയപ്പെട്ടവരെ, പിശാചിൽ ഇടുന്ന ചില ചൂണ്ടകളാണ് മയക്കുമരുന്നുകൾ. പിശാചി ഇടുന്ന ചില ചൂണ്ടകളാണ് മദ്യം. പിശാചി ഇടുന്ന ചില ചൂണ്ടകളാണ് ഈ അശുദ്ധമായ ചില വീഴ്ചകൾ, ചില ബന്ധങ്ങൾ. ഇതെല്ലാം ചൂണ്ടയാണ്. ചെറുപ്പക്കാർക്ക് ഇൻഫാച്വേഷൻ എന്ന് പറയുന്ന ഈ പ്രണയത്തിൻ്റെ ചില കുരുക്കുകൾ വന്ന് ചാടുന്നു. പ്രണയത്തിൻ്റെ കുരുക്കുകൾ. കോളേജിൽ പോയാൽ എന്തിനാണ് കോളേജിൽ പോകുന്നത്? ഗേൾ ഫ്രണ്ടിനെ കിട്ടാൻ, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിനെ കിട്ടാൻ. ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഇല്ലെങ്കിൽ മോശമാണെന്നാണ് ചിലരുടെയും ധാരണ. അതൊരു അപമാനമായിട്ട് ചിന്തിക്കുന്ന ചെറുപ്പക്കാർ പോലുമുണ്ട്. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൻ്റെ ഗതി നിങ്ങൾ പലരും അറിയുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നാട്ടിൽ വരുമ്പോൾ, ചിലപ്പോൾ നാട്ടിൽ ബാംഗ്ലൂരോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പഠിച്ചിട്ട് വെക്കേഷൻ ഹോളിഡേയ്സിൽ വരുമ്പോൾ പള്ളിയിൽ വരുന്നുണ്ട്, അവർ മധുവായിൽ കയറുന്നുണ്ട്, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നുണ്ട്. കൊള്ളാം, എൻ്റെ മോൻ നല്ല കുട്ടിയാണ്, നല്ല ഒന്നാം തരം കുട്ടിയാണെന്ന് വിചാരിക്കും. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ നശിച്ചിട്ടാണ് വരുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. കുഞ്ഞുങ്ങൾ ഏറ്റവും ഹീനമായ കാര്യങ്ങൾ ചെയ്തിട്ടാണ് വരുന്നത് അറിയുന്നില്ല. രാത്രി സമയങ്ങളിൽ അവർ ബൈക്കുമായിട്ട് ഒരു പെൺകുട്ടിയോടുകൂടി ഊരിയിരിക്കുകയാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഏതെങ്കിലും ഹോട്ടലുകളിലോ ലോഡ്ജുകളിലോ പോയി അവരുടെ ജീവിതം നശിപ്പിക്കുകയാണെന്ന് അവർ അറിയുന്നില്ല. അവരും അറിയുന്നില്ല, മാതാപിതാക്കൾ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. ആലയം പണിയേണ്ടത് ആവശ്യമായിരിക്കുന്നു, മതിൽ പണിയേണ്ടത് ആവശ്യമായിരിക്കുന്നു. എഴുന്നേറ്റ് പണിയുക. ദൈവത്തിന് സ്തോത്രം. നാം എഴുന്നേറ്റ് പണിയുക. ഇന്ന് എഴുന്നേറ്റ് പണിയാൻ അത്യന്തം ആവശ്യമായിരിക്കുന്ന സമയത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. ഏറ്റവും ഗൗരവമേറിയ ഒരു കാലയളവ്. എഴുന്നേറ്റ് പണിയുക. നാം എഴുന്നേറ്റ് പണിയുക. ആലയം ശൂന്യമായി കിടക്കുന്നു, വാതിലുകൾ തീ കൊണ്ട് വെന്ത് കിടക്കുന്നു, മതിലുകളെല്ലാം ശൂന്യമായി കിടക്കുന്നു, മതിലെല്ലാം തുറന്നു കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെന്ത് പറയുന്നു? ഇന്ന് നിങ്ങൾക്ക് കർത്താവായ യേശുവിൻ്റെ കൃപയിലേക്ക് വരാൻ സാധിക്കുമോ? കർത്താവേ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുമോ? എൻ്റെ യേശുവേ, എൻ്റെ കുടുംബത്തോട് നീ മനസ്സിലാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമോ? എൻ്റെ മക്കളെ നീ ഒന്ന് വിടുവിക്കുമെന്ന് പ്രാർത്ഥിക്കുമോ? എൻ്റെ ഭർത്താവിനെ നീ ഒന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമോ? ദൈവത്തിന് സ്തോത്രം. ഭാര്യയെ വിട്ട് അന്യ സ്ത്രീകളിലേക്ക് ആകർഷിക്കപ്പെടുന്ന അനേകം പുരുഷന്മാർ, സ്ത്രീകൾ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് വീട്ടിൽ കഴിയുന്നു. നിന്നെ എനിക്ക് വേണ്ട, ഞാൻ വേറൊരു ബന്ധത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ധൈര്യമായി പറഞ്ഞുകൊണ്ട് പോകുന്ന ചില പുരുഷന്മാരുണ്ട്. ആ സ്ത്രീ പാവം കരഞ്ഞുകൊണ്ട് പറയുന്നു, അയ്യോ എന്നെ വിട്ട് പോകല്ലേ, എന്നെ വിട്ടേച്ച് പോകല്ലേ, എനിക്ക് ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പാവം കരയുന്നു. ഇതെല്ലാം ഉള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ഓരോരുത്തർ ഓരോ സമയത്ത് വന്ന് പറയുന്നതും, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നതും, അതല്ലെങ്കിൽ ഫോണിൽ കൂടെ സംസാരിക്കുന്നതും, ഇമെയിലും എല്ലാം വെച്ചുകൊണ്ടാണ് ഞാനീ പറയുന്ന കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, അനേകം കുടുംബങ്ങൾ നരകമാണ്. നിങ്ങളുടെ കുടുംബം, നരകമായ കുടുംബം സ്വർഗമാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? സ്വർഗമാക്കി തരും. ആര്? യേശു ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു നിങ്ങൾക്ക് സമാധാനം തരും. യേശു ക്രിസ്തു നിങ്ങൾ വിളിക്കുക. യേശുവിനെ വിളിക്കൂ. നിങ്ങൾക്ക് ആശ്വാസവും സമാധാനം തരാൻ യേശു ക്രിസ്തു മാത്രമേ കഴിയുകയുള്ളൂ. യേശുവിനെ നിങ്ങൾ വിളിച്ചുകൊണ്ടേയിരിക്കുക. കർത്താവേ, എൻ്റെ കുടുംബത്തിലേക്കൊന്ന് വരണമേ, എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ. ഞാൻ ഒറ്റയ്ക്കൊരാൾ ഞാനൊരു വിശുദ്ധനായി ജീവിച്ചു കൊള്ളാം. എൻ്റെ യേശുവേ, ഒറ്റയ്ക്കൊരാൾ, ഞാനൊരാൾ നിൻ്റെ ഒരു ശുദ്ധിമതിയായി ജീവിച്ചു കൊള്ളാം. കറ തീർന്നൊരു ജീവിതം ഞാൻ നയിച്ചു കൊള്ളാം. ആ മനസ്സറിഞ്ഞൊരു തെറ്റുവരാതെ ഞാൻ സൂക്ഷിച്ചു കൊള്ളാം. എൻ്റെ കർത്താവേ, നീ എന്നെ രക്ഷിക്കണമേ. നീ ഒരിക്കലും എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചല്ലോ. നിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകാൻ വേണ്ടിയാണല്ലോ നീ ക്രൂശിൽ മരിച്ചത്. ആ തിരുരക്തം ഇപ്പോൾ എന്നെ ഒന്ന് കഴുകണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് ആ തിരുരക്തം ഒന്ന് തൊടുവിക്കണമേ കർത്താവേ. എൻ്റെ നെറ്റിമേൽ നിൻ്റെ ആ തിരുരക്തം തൊടുവിച്ച് എനിക്കൊരു സ്ഥിര മുദ്ര തരണമേ കർത്താവേ. ആത്മാവിന് മുദ്ര തന്ന് എന്നെ അനുഗ്രഹിക്കണമേ.
കർത്താവേ, എൻ്റെ കുടുംബത്തെ നീ രക്ഷിക്കണമേ, എൻ്റെ ഭാര്യയെ നീ രക്ഷിക്കണമേ, എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണമേ, എൻ്റെ മാതാപിതാക്കളെ രക്ഷിക്കണമേ, എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളെ നീ രക്ഷിക്കണമേ, എൻ്റെ കുടുംബത്തെ ഒരു സ്വർഗ്ഗമാക്കി തീർക്കണമേ. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? കുടുംബം സ്വർഗ്ഗമായി തീരും. കുടുംബം സ്വർഗ്ഗമായി തീരുന്ന മഹാസൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും. അതൊരു വലിയ ഭാഗ്യകരമായ അനുഭവമാണ്. കുടുംബം സ്വർഗ്ഗമായി തീരണം. ദൈവത്തിന് സ്തോത്രം. അപൂർവം കുടുംബങ്ങൾ ഇന്ന് സ്വർഗ്ഗമായി തീർന്ന അനുഭവത്തിൽ കഴിയുന്നുണ്ട്. അപൂർവം കുടുംബങ്ങൾ വചനം സ്വീകരിച്ച് വചനം കൈക്കൊണ്ട് ആനന്ദത്തിൻ്റെ ആഹ്ലാദത്തിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന, ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അനേകം കുടുംബങ്ങൾ ഇന്ന് നമ്മുടെ നാടുകളിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങളും സ്തുതിയുടെ ആഘോഷം മുഴങ്ങുന്ന കുടുംബങ്ങളായി മാറട്ടെ. നിങ്ങൾ സമാധാനമുള്ളവരായി തീരട്ടെ. നിങ്ങൾ സന്തോഷമുള്ളവരായി തീരട്ടെ. അതിനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഒരേ ഒരു കാര്യം മാത്രം. നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ. ഇനി ഈ നിമിഷം മുതൽ എൻ്റെ കർത്താവിനെ ദുഃഖിപ്പിക്കുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ വരികയില്ല. എൻ്റെ ഈ സമർപ്പണത്തിൽ വെച്ചുകൊണ്ട് എൻ്റെ കുടുംബത്തെ നീ രക്ഷിക്കണമേ. എൻ്റെ ഈ സമർപ്പണത്തെ വെച്ചുകൊണ്ട് എൻ്റെ ഭർത്താവിനെ നീ രക്ഷിക്കണമേ. എൻ്റെ ഈ സമർപ്പണത്തെ വെച്ചുകൊണ്ട് എൻ്റെ ഭാര്യയെ നീ രക്ഷിക്കണമേ. എൻ്റെ ഈ സമർപ്പണത്തിൽ നിന്നുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ നീ വാഴ്ത്തണമേ. എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങൾ ആരും വഴിതെറ്റി പോകാതെ നീ തടുക്കണമേ. കർത്താവേ, നീ അവർക്ക് ചുറ്റും വേലി കെട്ടി കാത്തുകൊള്ളണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. എഴുന്നേറ്റ് പണിയുക. താമസിക്കരുത്, ഒട്ടും താമസിക്കരുത്, അലസരായിരിക്കരുത്. എഴുന്നേറ്റ് പണിയുക, അതിവേഗം പണിയുക. അതിവേഗം നടക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ എല്ലാം നശിപ്പിച്ച് കളയും. ശത്രു മുഴുവൻ തകർക്കുന്നതിന് മുമ്പ്, പിശാച് വന്ന് എല്ലാം തകർത്ത് നശിപ്പിക്കുന്നതിന് മുമ്പ് അതിവേഗം നിങ്ങൾ മതിൽ പണിയാൻ തുടങ്ങുക, ആലയം പണിയാൻ തുടങ്ങുക, ആരാധന തുടങ്ങുക. ആരാധനയുടെ സ്തുതിയുടെ ആരാധന മുഴങ്ങട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം.